അക്ഷരനഗരിയായ കോട്ടയത്താണ് ഇന്ന് കൈരളി ന്യൂസ് പടക്കളം എത്തി നിൽക്കുന്നത്. തിരുനക്കര ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നമുക്ക് നമ്മുടെ അതിഥികളിലേക്ക് ആദ്യം പോകാം, പരിചയപ്പെടാം. UDF-നെ പ്രതിനിധീകരിച്ച് അജിസ് ബെൻ മാത്യു, ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് K അനിൽകുമാർ, NDA-യെ പ്രതിനിധീകരിച്ച് രവീന്ദ്രനാഥ് വാകത്താനം. ആദ്യം UDF പ്രതിനിധിയിലേക്ക് ശ്രീ അജിസ്. അതായത് ഈ തോണി തിരുനക്കര തന്നെ എന്നൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം വന്നത് രണ്ട് മദ്യപന്മാർ തോണി തുഴഞ്ഞു. രാവിലെ ആയിട്ടും തോണി നിന്നെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്, കാരണം കെട്ടഴിക്കാതെയാണ് അവർ തുഴഞ്ഞത്. ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. UDF-ന്റെ പ്രത്യേകിച്ച് നഗരസഭയുടെ ഭരണത്തെക്കുറിച്ച് ഇങ്ങനെയാണ് മറ്റു കക്ഷികൾ പറയുന്നത്. അത് കാര്യത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമില്ലാത്തവരെ പറഞ്ഞു. ഞങ്ങൾ യഥാർത്ഥത്തിൽ 5 ടൈമായിട്ട് UDF അല്ലേ പറയട്ടെ. അപ്പോൾ അവിടെ ഞാനും തോണിയെ പിടിച്ച് തന്നെ തുടങ്ങാം. ഈ വള്ളംകളിക്ക് നമ്മൾ പറയുന്ന വള്ളംകളിയിൽ വള്ളങ്ങൾ മുന്നേറുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, വള്ളപ്പാടിന് മുന്നിലാന്ന് പറയും. തോണി തിരുനക്കരയാണെന്നുള്ളതല്ല, ഞങ്ങൾ ഈ മത്സരത്തിൽ വള്ളപ്പാടിന് മുന്നിലാണ്, തുഴപ്പാടിനല്ല, വള്ളപ്പാടിന് മുന്നിലാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ തെരഞ്ഞെടുപ്പ് ഇത്രയ്ക്കും ജനങ്ങൾ ആവേശത്തോടു കൂടി ഒരു ഭരണ സംവിധാനത്തിന് എതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ കണ്ടിട്ടില്ല. നഗരസഭയുടെ ഭരണത്തിനെതിരെയോ? അല്ല, കേരളത്തിലെ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ. കേരളത്തിൽ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാത്രം കാര്യമല്ല കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. വ്യക്തിപരമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മികവൊക്കെ പരിഗണിക്കും. പക്ഷേ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെക്കുറിച്ചാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ചെയ്തികളെക്കുറിച്ച് പറയാൻ ഞാൻ അവസരമുണ്ട്, ഞാൻ പറയാം. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ കാലങ്ങളെക്കാളൊക്കെ. കാര്യം UDF-ന്റെ കെട്ടുറപ്പ് മാത്രമല്ല, മറിച്ച് അത്ര വലിയ ജനവികാരം എതിരാണെന്നുള്ളത് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങളുടെ പണി വളരെ എളുപ്പമാണ് ഇപ്രാവശ്യം. അതുകൊണ്ട് തന്നെ യാതൊരു സംശയമില്ല, ഞങ്ങൾ വള്ളപ്പാടിന് മുന്നിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പാകുമ്പോഴത്തേക്കും ഞങ്ങൾ വ്യക്തമായ മേൽക്കൈയോടുകൂടി ഞങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലെത്തും. അതുകൊണ്ട് തോണി തിരുനക്കരയല്ല, ഞങ്ങളുടെ തോണി വള്ളപ്പാടിന് മുന്നിലാണ്. അത് ഞങ്ങൾ CPM-നെ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തറ പറ്റിച്ച് ഞങ്ങൾ വലിയ മാർജിനിൽ ഞങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. നഗരസഭയുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തെ സംബന്ധിച്ച് പറഞ്ഞില്ല. നമുക്കത് സെക്കൻഡ് റൗണ്ടിലേക്ക് എത്താം. ശ്രീ അനിൽകുമാർ, നിങ്ങൾ ജനക്ഷേമം പറയുന്നു, വലിയ വികസന പന്ഥാവ് ഇവിടെ തീർത്തു എന്ന് പറയുന്നു, ഇതൊക്കെയാണ്. പക്ഷേ ഗ്രൗണ്ട് ലെവലിലുള്ള റിയാലിറ്റി മറ്റൊന്നാണെന്നാണ് UDF-ന് ബോധ്യമാകുന്നത്. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും LDF-ന് പൊതുവിൽ അനുകൂലമാണ്. ആകെ ഒരു തവണ 2010 മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് അല്പം മേൽക്കൈ വന്നത്. കേരള കോൺഗ്രസും LDF-ൽ വന്നതോടുകൂടി മധ്യ തിരുവിതാംകൂറിലും പ്രകടമായ മാറ്റം വ്യക്തമായി. UDF-ൻ്റെ അവസ്ഥ എന്താ? മുസ്ലിം ലീഗുകാർ പരാതിപ്പെടുന്നത് മലപ്പുറം കഴിഞ്ഞാൽ തെക്കോട്ട് ലീഗിന് സീറ്റില്ല. ഞാൻ ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് ആദ്യമായിട്ട് കോട്ടയത്തെ ബഹുമാനപ്പെട്ട MLA പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, UDF-ലെ സീറ്റുകൾ ഓരോ പാർട്ടിക്കും എത്രയാണെന്ന് എണ്ണം പറയാമോ? അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൻ്റെ സീറ്റ് എത്ര, മറ്റ് ഘടകകക്ഷികളുടെ സീറ്റ് എത്ര, കോട്ടയം നഗരസഭയിലെ ലീഗിൻ്റെ സീറ്റ് എത്ര, മറ്റ് ഘടകകക്ഷികളുടെ സീറ്റ് എത്ര, എന്തുകൊണ്ട് പറയാനാവുന്നില്ല? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ചപ്പോൾ എങ്ങനെയാണോ ലീഗിൻ്റെ പതാക ഒളിപ്പിക്കാൻ ലീഗ് നിർബന്ധിതമായത്, അതുപോലെ തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിനെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസിനാവുന്നില്ല. ഇവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ അവർ കോണിച്ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറല്ല, അവർ കൈപ്പത്തിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ പറയണത് എന്താണ്? ഞങ്ങൾ ലീഗുകാർക്ക് കൈപ്പത്തി ചിഹ്നം കൊടുക്കില്ല. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ കോട്ടയത്ത് കോണി ചവിട്ടി ഒടിച്ചു. ഇതാണ് കോട്ടയത്തെ UDF-ൻ്റെ തമ്മിലടി. വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറഞ്ഞാൽ വികസനം എന്താണെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോട്ടയത്തെ ഏറ്റവും പഴയ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലമാണ്. ഈ സ്ഥലം യഥാർത്ഥത്തിൽ വെളിമ്പറമ്പാക്കി മാറ്റി എന്നുള്ളതാണ് കാൽ നൂറ്റാണ്ടിലെ UDF ഭരണത്തിൻ്റെ നേട്ടം. അതുകൊണ്ട് LDF-നെ സംബന്ധിച്ച് ഒരമ്മ എന്നോട് പറഞ്ഞു, പെൻഷനുള്ളൊരമ്മയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സർക്കാർ ഇങ്ങനെ പെൻഷനൊക്കെ കൂട്ടി അറിഞ്ഞില്ലേ? അപ്പോൾ അവർ വളരെ സന്തുഷ്ടരായിട്ട് പറയുകയാണ്, 2000 അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു മാസം എത്രയാണ്? 2000. ഒരു കൊല്ലമോ? 24,000. 5 കൊല്ലമോ? 1,20,000.
LDF തുടർന്നില്ലെങ്കിൽ ഒരു വീട്ടിൽ 62 ലക്ഷം വീടുകളിൽ 1,20,000 രൂപ നഷ്ടപ്പെടും. അതാണ് LDF തുടരേണ്ടത്. ഞങ്ങളുടെ വീട്ടിൽ 1,60,20,000 രൂപ കിട്ടുന്ന ഒരു ആനുകൂല്യം കിട്ടുന്നത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ LDF തുടരണമെന്ന ബോധം ഇവിടെ ശക്തിപ്പെട്ടിരിക്കുന്നു. ആ ബോധവും ബോധ്യവും ഉള്ളിടത്ത് എങ്ങനെയാണ് UDFന് തരംഗമുണ്ടാകുന്നത്? വീട്ടമ്മമാർ, അവരുടെ കയ്യിൽ ഈ പിങ്ക് കാർഡും മഞ്ഞ കാർഡും ഉണ്ട്. അവർ കാത്തിരിക്കുന്നത് നമ്മൾ കയറി ചെല്ലുമ്പം പെട്ടെന്ന് വാ, നിങ്ങളുടെ കയ്യിൽ ഫോം കിട്ടിയിട്ടുണ്ടോ? ഉടനപ്പം നമ്മൾ ചോദിക്കും എന്ത് ഫോമാണ്? അല്ല, ഞങ്ങൾക്കൊരു 1000-ൻ്റെ ഫോം ഉണ്ടല്ലോ. അപ്പോൾ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, മുൻകാല പ്രാബല്യത്തോടെ കൊടുക്കും. പക്ഷേ ആ ഫോം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ വേഗം കൊടുത്ത പൈസ ഒന്ന് വാങ്ങിച്ചെടുക്കാനാണ് അവരുടെ താല്പര്യം. അത് നടക്കണമെങ്കിൽ LDF വീണ്ടും വരണ്ടേ? ഇവരുടെ ബോധ്യം അതാണ്. ചെറുപ്പക്കാരെ, ഇപ്പോൾ UDFൻ്റെ പ്രകടന പത്രിക വന്നു. ചെറുപ്പക്കാർക്ക് വേണ്ടി ആ പ്രകടന പത്രികയിൽ എന്തുണ്ട്? LDF ഉറപ്പ് കൊടുക്കാൻ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ലോകത്തെ ഏത് തൊഴിലും മലയാളിക്ക് ലഭ്യമാകുന്ന ഒരു പുതിയ സാഹചര്യമുണ്ട്. മലയാളിയുടെ തലച്ചോറിൻ്റെ വില, ആ ലിങ്കിങ് ചുമതല സർക്കാർ ചെറുപ്പക്കാർക്കൊപ്പമുണ്ട്. അത് കുട്ടികൾ തയ്യാറാണ്. അപ്പോൾ നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനവും മറ്റ് വികസനമൊക്കെ അവിടെ കിടക്കട്ടെ. പ്രധാനപ്പെട്ട 3 നടപടികളിലൂടെ 1 കോടി മനുഷ്യർ, ആ 1 കോടി മനുഷ്യരെ അഭിസംബോധന ചെയ്തൊരു സർക്കാരിനെ ജനങ്ങൾ കാത്തിരിക്കുന്നത് അഭിമാനത്തോടെ വിജയത്തിലെത്തിക്കാനാണ് എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. NDAക്ക് പറയാനുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? ഞങ്ങളെ സംബന്ധിച്ച് ഒട്ടും ആശങ്കയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോകുന്നത്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മതന്യൂനപക്ഷങ്ങളെ ഭിന്നിച്ച് NDAക്ക് പ്രത്യേകിച്ച് BJPക്ക് എതിരെ നിർത്തിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഏറ്റവും അധികം മത്സരാർത്ഥികൾ മത്സരിക്കുന്ന BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് BJPയാണ്. കാരണം CPMനേക്കാളും കോൺഗ്രസിനേക്കാളും ഏറ്റവും അധികം ആളുകളെ നിർത്തിയിരിക്കുന്നത് BJPയാണ്. മറ്റൊന്ന് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ BJP ഒരു മിനിറ്റ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. BJPക്ക് ഏതാണ്ട് 3015 സ്ഥാനാർത്ഥികളില്ല. എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ ഈ 23,576 വാർഡുകളിലും 8,000 എടുത്താണ് ഇല്ല. അത് തെറ്റാണ്. 8,000 തെറ്റാണ്. കാരണം 23,900 വരുന്ന ത്രിതല പഞ്ചായത്ത് വാർഡുകളിൽ ഏതാണ്ട് 19,275 സ്ഥലത്തും BJP മത്സരിക്കുന്നുണ്ട്. അതല്ല എല്ലായിടത്തും മത്സരിക്കുമെന്ന് പറഞ്ഞു. മത്സരിക്കുന്നത് തീർച്ചയായിട്ടും ചില ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്ത് ചില ഘടകകക്ഷികൾക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. BJPയെ സംബന്ധിച്ച് BJPയുടെ എല്ലാ സീറ്റിലും BJPക്ക് ആളുകളുണ്ട്. ഇപ്പോൾ LDFിൻ്റെ പ്രതിനിധി അദ്ദേഹം പറഞ്ഞത്, കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാർ ഉറ്റുനോക്കുകയാണ്. എങ്ങനെയാണ് ഉറ്റുനോക്കുന്നത്? ജനങ്ങൾ ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയുടെ വികസനം കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാകാൻ പറ്റിയ ഒരു സർക്കാർ കേരളത്തിൽ വേണം. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണം പള്ളിക്കത്തോടും മുത്തോലിയും BJP ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. ഇവിടെ സൻസാദ് യോജന പ്രകാരമുള്ള ഗ്രാമവികസന യോജന പ്രകാരമുള്ള എല്ലാ പദ്ധതികളും ഇവിടെ കൊണ്ടുവരികയും ഒരു MPയുടെ മേൽനോട്ടത്തിൽ ആ ഗ്രാമത്തിൽ കോടിക്കണക്കിന് ഉറുപ്പിക വിനിയോഗിച്ച് സുകന്യാ സമൃദ്ധി പോലെയുള്ള വലിയ പദ്ധതികൾ സമ്പൂർണ്ണമായി നടപ്പിലാക്കി. കേരളത്തിൽ എത്ര പഞ്ചായത്തുകൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? കേരളത്തിലെ പല പഞ്ചായത്തുകളും ഈ UDFൻ്റെയും LDFൻ്റെയും ഭരണത്തിൽ നിന്ന് മോചിതമാകാൻ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. കാരണം കേന്ദ്രത്തിൽ നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. അവസാനം നമ്മുടെ PM ശ്രീ യോജന വന്നപ്പോൾ പോലും അതിനെപ്പോലും തകിടം മറിച്ചുകൊണ്ട്, കാരണം ഇവിടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തകിടം മറിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നേരത്തെ നമ്മുടെ LDFിൻ്റെ പ്രതിനിധി പറഞ്ഞു കേരളത്തിലൊരു വലിയ വിജ്ഞാന സംവിധാനത്തിന് വേണ്ടിയുള്ള പദ്ധതി ചെയ്തിട്ടുണ്ടെന്ന്. എന്ത് വിജ്ഞാനം കേരളത്തിൽ ചെയ്തിരിക്കുന്നത്? കേരളത്തിലെ യുവജനങ്ങൾ തൊഴിലിന് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഈ സ്വാതന്ത്ര്യാനന്ത ഭാരതത്തിൽ ഏറ്റവും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വികസന മുരടിപ്പുള്ള സാമ്പത്തിക ബാധ്യതയുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അത് സംസാരിക്കാനായിട്ട് ഇവിടുത്തെ LDFും UDFും തയ്യാറാകുന്നില്ല. കാരണം ഇവരുടെ മുന്നണി കേരളത്തിന് പുറത്ത് ഇവർ ഒന്നിച്ച. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ പഴിചാരിയാലും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ മത്സരം നടക്കുന്നത് വികസനവാദികളും വികസന മുരടിപ്പും. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള മികവ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വികസനത്തിൻ്റെത് മാത്രമല്ല ജനക്ഷേമ സംബന്ധിയായ കാര്യങ്ങളിലും ഇത് കേരളത്തിന് മാത്രം എടുത്തു പറയാനാകുന്ന ഒന്നാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, BJPക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളുണ്ട്. അവിടെ ഒന്നുമില്ലാത്ത വലിയ നേട്ടം അത് നീതി ആയോഗിൻ്റെ അളവുകോലിൽ തന്നെ. ഇതാണ് ശ്രീ അനിൽകുമാറൊക്കെ മറുപടിയായി സൂചിപ്പിക്കുന്നത്. മറ്റ് സംസ്ഥാനത്തിൻ്റെ കടബാധ്യതകൾ നിങ്ങൾ പരിശോധിക്കണം. വികസനത്തെയും കടബാധ്യതയും പരിശോധിക്കുമ്പോൾ കേരളം കടമെടുത്തുകൊണ്ട് കിഫ്ബിയിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ഓരോ വ്യക്തിയുടെയും തലയ്ക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പിക കടം വരുത്തിക്കൊണ്ടാണ് ഇവിടെ വികസനം നടത്തുന്നത്. ഈ ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി പദ്ധതികൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2,000 ഉറുപ്പിക കൊടുത്തു എല്ലാ ആളുകൾക്കും. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പം നമ്മുടെ LDFിൻ്റെ പ്രതിനിധി പറഞ്ഞു
അതായത് 2000 രൂപ വെച്ച് കൊടുക്കുമ്പോൾ 12 മാസം വരും 24,000 രൂപ കിട്ടും. 24,000 രൂപ ലഭിക്കുന്ന ഒരു 70 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് നരേന്ദ്രമോദി സർക്കാർ 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പദ്ധതി ആയുഷ്മാൻ ഭാരത് കൊണ്ടുവന്നപ്പം ഈ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയില്ല. 24,000-ന് 48,000 ഉറുപ്പിക ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. ശരി, അതിൻ്റെ കാര്യമൊക്കെ LDF പ്രതിനിധി പറയും. ശ്രീ അജിസ്, UDF. അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വിഷയം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരിക്ക് പരാതി ഉണ്ടോ എന്നായിരുന്നു ഏറ്റവും ഒടുവിൽ മുതിർന്ന നേതാക്കന്മാരടക്കം ഞങ്ങളുടെ ചർച്ചയിൽ വരുന്ന നിങ്ങൾ പ്രതിനിധികളും ഒക്കെ ചോദിച്ചിരുന്നു ഇന്നലെ വരെ. പക്ഷേ ഇന്നിപ്പോൾ പരാതിക്കാരി പരാതി കൊടുത്തിരിക്കുന്നു. ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാകും, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരിൽ നിന്ന് UDF-നെതിരെ? അതിനു മുമ്പ് ബഹുമാന്യനായ പ്രിയപ്പെട്ട കെ അനിൽകുമാർ അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളോട് സൂചിപ്പിച്ചിട്ട് ഞാൻ അതിലേക്ക് വരാം. ലീഗിനെ കുറിച്ച് എന്ന് തൊട്ടാണ് CPM-ന് വേവലാതി തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. ലീഗ് വലിയ വർഗീയ കക്ഷിയാണ്. ലീഗിലുള്ളവരെല്ലാം വലിയ വർഗീയവാദികളാണെന്ന് പ്രമേയം പാസ്സാക്കുന്നവരാണ് ഇവർ. ലീഗ് വർഗീയവാദികളാണെന്നാണ് അവരിപ്പോഴും പറയുന്നത്. പക്ഷേ മറ്റു ചിലർ അങ്ങനെയല്ല. മറ്റു ചിലർ വർഗീയവാദികളല്ല, അവർ തോളത്ത് വെച്ചുകൊണ്ട് നടക്കാറുമുണ്ട്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലീഗിനെ ഓർത്ത് അവർ ബുദ്ധിമുട്ടുണ്ടാ, അവർ CPI-യെ ഓർത്ത് പരിതപിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, 1 മാസം 1.5 മാസം മുമ്പ് നമ്മളൊക്കെ കണ്ടു CPI-യുടെ 4 മന്ത്രിമാർ രാജിവെക്കാൻ പോയിരുന്നു മന്ത്രിസഭയിൽ നിന്നും. എന്തിനാണെന്ന് പറഞ്ഞു അങ്ങനെ രാജിവെക്കുന്നവർ? എല്ലാ മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തതാണ്. അവർ രാജിവെക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നത്, ഞാനായിട്ട് പറയുന്നതല്ലോ. അപ്പോൾ അതെന്തായിരുന്നു അതിൻ്റെ കാര്യം? PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി എന്താണെന്നുണ്ടെങ്കിലും ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ കൊണ്ടുവരുന്ന അവരുടെ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി, ആ പദ്ധതി ശിവൻകുട്ടി എന്ന് പറയുന്ന വിപ്ലവ സഖാവായ ഈ മന്ത്രിസഭയിലുള്ള വലിയ ഒരു വിപ്ലവ സഖാവ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയിലിരിക്കുന്നയാൾ അത് ഒപ്പിട്ടു. CPI മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല. അവസാനം ASFകാർ SFIക്കാരെ ശിവൻകുട്ടിയെയും വിളിച്ച അസഭ്യം നമുക്കറിയാം അല്ലേ? അവസാനം CPIക്കാർ അവസാനം എന്താ പറയുന്നത്, പരിഭവം പ്രകടിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അവിടെയാണ് ഞാൻ പറയുന്നത്, CPI-യുടെ പരിഭവം നിങ്ങൾ ആദ്യം തീർക്ക് CPM, എന്നിട്ട് നിങ്ങൾ ലീഗിനെ കുറിച്ച് BJP സർക്കാരിൻ്റെ എന്ന് പറഞ്ഞു. ഇപ്പോൾ പിണറായി വിജയൻ ഭരിക്കുന്നു എന്നതിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാർ റേഷൻ വാങ്ങാതിരിക്കുമോ? അതുപോലെ BJP സർക്കാരിൻ്റെ അല്ലല്ലോ, ഇത് പൊതു കേന്ദ്ര ഖജനാവല്ലേ? അല്ല, അത് ഒരുപാട് നിലപാടറിയാം. ഒറ്റ വാക്കല്ല എന്നുള്ള നിലപാട് പറയാം. നിങ്ങൾ റേഷൻ അരിക്കകത്ത് വിഷം കലർത്തി തന്നാൽ, കേന്ദ്ര സർക്കാരാണ് തരുന്നതെങ്കിൽ റേഷൻ അരിക്കകത്ത് വിഷം കലർത്തി തന്നാൽ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുമോ? ഉത്തരം പറ. വിഷം കലർത്തി തന്നാൽ അതാണ് ഞാൻ പറഞ്ഞത്. ഉത്തരം മുട്ടി. എന്റെ ചോദ്യത്തിന് ഞാൻ മറുചോദ്യമാണ്. അവിടെയാണ് പറയുന്നത് ഇത് വിഷം കലർത്തിയ വിദ്യാഭ്യാസ നയമാണ്. വിഷവിമുക്തമാക്കുന്ന മരുന്ന് ഉപയോഗിച്ചത് കഴിഞ്ഞതിന് ശേഷം ആരാണ് വിഷവിമുക്തമാക്കി? ഇപ്പൊ നടപ്പിലാക്കിയില്ലല്ലോ, പറഞ്ഞിരുന്നു. ഇല്ലല്ലോ, എന്താ യു ടേൺ അടിക്കേണ്ടി വന്നത്? ഒരു മിനിറ്റ്, താങ്കൾ സമയം മറ്റൊരു ദിശയിലേക്ക് വിടരുത്. താങ്കളോട് ചോദിച്ച രണ്ടാമത്തെ എന്നോട് ചോദിച്ച ലീഗുമായി എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വിഷം കലർത്തിയ അരി രാജസ്ഥാനിൽ ആദ്യം കഴിച്ചത് അശോക് ഗെഹ്ലോട്ടാണ്. ഈ വിഷം കലർത്തിയ വിദ്യാഭ്യാസ അരി ഇന്ത്യയിലെ കോൺഗ്രസിന്റെ എല്ലാ മുഖ്യമന്ത്രിമാരും വിഴുങ്ങി. അതാണ് യാഥാർത്ഥ്യം. കേരളം അത് വിഴുങ്ങിയിട്ടില്ല. കേരളം അതിനെ എതിർത്തുകൊണ്ടിരുന്നു. അവസാനം കേരളത്തിന് 1600 കോടി രൂപയുടെ ഫണ്ട് മറ്റു തരത്തിൽ തരേണ്ടത് നിഷേധിക്കപ്പെട്ടപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വിഷം കലർത്തിയ അരി നമ്മൾ പറയട്ടെ. നമ്പർ 1, വിഷം കലർത്തിയ അരി എന്ന പ്രയോഗം കോൺഗ്രസിൻ്റെതാണ്. അത് വാങ്ങിക്കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു രാജസ്ഥാനിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ചെയ്തത്. ഞങ്ങളെന്തായാലും ആ പദ്ധതി ഏറ്റെടുത്തിട്ടില്ല. ഇവിടെ ഒരു സംവാദമുണ്ടായി. സംവാദം എന്താണ്? കേന്ദ്രാധികാരം ഉപയോഗിച്ച് സംസ്ഥാനത്തെ ആക്രമിച്ചപ്പോൾ അവരോട് എൻഗേജ് ചെയ്യത്തക്ക വിധം തൽക്കാലം MOU-യിൽ ഒപ്പിട്ടിട്ട് അടുത്ത യുദ്ധത്തിന് പോകണമെന്നൊരു ചിന്ത ഞങ്ങൾക്കിടയിലുണ്ടായി. ഇപ്പം ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചു, നമുക്ക് ആ വഴി പോകേണ്ടതില്ല. അത്രേ ഉള്ളൂ. ആ വിഷയത്തിൽ അത്രേ ഉള്ളൂ. ഇനി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം, അതിൻ്റെ പരാതി നൽകിയിരിക്കുന്നു. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് തിരിച്ചടിയാകും, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അതിനകത്ത് കൃത്യമായി പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഒന്നും കോൺഗ്രസിൻ്റെ ഭാഗമല്ല. നിങ്ങൾക്ക് സംശയമുണ്ടോ? അദ്ദേഹം ഇന്ന് കോൺഗ്രസിൻ്റെ ഭാഗമല്ല. അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് ഈ വിവാദമുണ്ടായ സമയത്തെ
കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഹി ഈസ് നോട്ട് അറ്റ് ഓൾ എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ് പാർട്ടി. Orally അങ്ങനെ പറഞ്ഞു. ഇതിൽ കൂടുതൽ വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് എവിടെയാണ്? ഏത് വേദി? ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വേദിയിലും അദ്ദേഹം പോയിട്ടില്ല. അതിനെതിരെ കെ മുരളീധരൻ പറഞ്ഞു. അല്ല, അതിനെക്കുറിച്ച് അനുകൂലിച്ച് വ്യക്തമായി ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്ത ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സംഘടനാ ശൈലിയല്ല. പുറകെ പോയി 51 വെട്ടാനും വെട്ടിക്കൊല്ലുക ഒന്നും ഞങ്ങളുടെ സംഘടനാ ശൈലിയല്ല. അത് അദ്ദേഹം പോകുന്നുണ്ട്. തൃശ്ശൂരിലെ മധു പക്ഷേ അറിയാലോ, ഗ്രൂപ്പ് പോരിൽ 2-3 പേരാണ് കോൺഗ്രസിന്റെ മരിച്ചത്. ഇത് രാഷ്ട്രീയമായ ഒരു കാര്യത്തിൽ അത്തരത്തിലുള്ള പ്രതികാര നടപടികൾ സ്വീകരിക്കുന്ന നയം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും വീട് കയറുന്നുണ്ടെങ്കിൽ പുറകെ പോയി എന്താ പറയണത്, പത്തൽ വെട്ടി അടിക്കാൻ ഞങ്ങളില്ല. പിന്നെ വ്യക്തമാണ് അക്കാര്യത്തിൽ, അതിനകത്ത് യാതൊരു അർത്ഥശങ്കയ്ക്കിടവില്ലാത്ത രീതിയിൽ ഞങ്ങൾ പറയാം, രാഹുൽ മാങ്കൂട്ടം ഒരു കോൺഗ്രസ് വേദികളിലും വരില്ല. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാര്യം ഞാൻ അടുത്ത അതിഥികളിലേക്ക് പോകുന്നതിന് ഒറ്റ കാര്യം ചുരുക്കി താങ്കൾ അതിന്റെ മറുപടി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തു. പരാതിക്കാരി, ഈ പീഡനത്തിന് വിധേയമായ പെൺകുട്ടി പരാതി കൊടുത്തു. ഇന്ന് ഏറ്റവും പുതിയ വാർത്ത അതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി MLA സ്ഥാനം രാജിവെക്കാൻ പറയുമോ? കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച പാലക്കാട് MLA. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പ്രിയപ്പെട്ട സുഹൃത്തെ, MLA സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടമാണ്. അയാൾ തീരുമാനിക്കട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ അതിലേക്ക് വരാം. കേരളത്തിൽ മുകേഷ് ഇതുവരെ രാജിവെച്ചിട്ടില്ല. ഇതുവരെ ഈ ഞാനും നിങ്ങളും ചർച്ച നടക്കുന്ന സമയത്ത് FIR ഇട്ടിട്ടില്ല. പരാതി ഇന്ന് കൊടുത്തിട്ടേ ഉള്ളെന്നാണ് പറയുന്നത്. FIR ഇട്ട് ചാർജ് ഷീറ്റും കൊടുത്ത മുകേഷ് MLA, കൊല്ലത്തെ MLA നിങ്ങൾ സംരക്ഷിച്ചിരിക്കുക. ആരാ? CPM സംരക്ഷിച്ചിരിക്കുക. കോവളത്തെ മാത്രമാണോ കോവളത്തെ MLA രാജിവെക്കണമെന്ന്? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അക്കാര്യത്തിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസ് എന്നുള്ള ഒരു നിലവാരമെങ്കിലും അക്കാര്യത്തിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ എന്താ? അയാളുടെ പേരിൽ ആരോപണം മാത്രമല്ല, അതാണ് ഞാൻ പറയട്ടെ, ഒരു ആരോപണം തെളിയിക്കപ്പെടും. ഇപ്പോൾ ഈ ക്യാമറകളുടെ മുമ്പിൽ ഒരു കൊലപാതകം നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഒരു FIR ഇല്ല. അദ്ദേഹത്തിനെതിരെ നടപടി വേണമെങ്കിൽ ആരാ നടപടി എടുക്കേണ്ടത്? ഞാൻ ചോദിച്ചോട്ടെ, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പോലീസ് ഇതുവരെ നടപടി എടുക്കാത്തത് എന്താ? സണ്ണി ജോസഫോ VD സതീശനാണോ? പോലീസ് അന്വേഷിക്കട്ടെ, നടപടി എടുക്കട്ടെ. ഒരു നൈതിക വിഷയമാണിത്. ഇവിടെ നമ്മുടെ മുമ്പിൽ പല വിധത്തിലുള്ള പെർവേർട്ടുകളും സ്ത്രീ വിരോധികളും സ്ത്രീ പീഡകരെയും കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം എന്താ ചെയ്തത്? ഇദ്ദേഹം ഒരു മാസക്കാലം ഒരു പെൺകുട്ടിയോട് മാർച്ച് മാസം മുഴുവൻ നമ്മൾക്ക് ശാരീരികമായി ഇടപെടാം, ഒരു മാസക്കാലം എല്ലാ ദിവസവും. എന്തിനാണ്? എനിക്കൊരു കുഞ്ഞിനെ വേണം. അങ്ങനെ എനിക്ക് നിന്നൊരു കുഞ്ഞിനെ വേണമെന്ന് വാശി പിടിച്ച് അവരെ പ്രലോഭിപ്പിക്കുന്നു. അപ്പം അവർ പറയുന്നുണ്ട്, ശരിയല്ല, ഞാനതിന് തയ്യാറാകുന്നില്ല, ഗർഭധാരണം ഒഴിവാക്കണം, അതിനായിട്ട് ഞാൻ മരുന്നിൻ്റെ സഹായം തേടും, സാധ്യമല്ല. അപ്പോൾ ഒരു MLA എന്ന നിലയ്ക്ക്, പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഒരു പെൺകുട്ടിയെ വളരെ നിർബന്ധമായി അതിലേക്ക് നയിക്കുന്നു. നയിച്ച ശേഷമോ ആ കുട്ടി ഗർഭിണിയായി കഴിയുമ്പോഴാണ് ആ കുട്ടിയോട് പറയുന്നത്, നീ എന്താ ഡ്രാമ കളിക്കുകയാണോ? വളരെ വേഗം ഗർഭചിത്രം നടത്തണം. അപ്പോൾ ഒരു പെൺകുട്ടിയെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുക, സ്ത്രീയെ ഒരു ഉപകരണമായി കാണുന്ന തരത്തിലുള്ള ഏറ്റവും തെറ്റായ അധമബോധമാണുള്ളത്. ആ വ്യക്തിയെ ചേർത്ത് നിർത്താൻ ഷാഫി പറമ്പിൽ, ആ വ്യക്തിയെ ചേർത്ത് നിർത്താൻ K സുധാകരൻ, ഇപ്പോൾ MP ആണ്. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇന്നലത്തെ സുധാകരൻ്റെ പ്രസ്താവന കണ്ടോ? ഞാൻ അവനെ വിളിച്ചു, ചോദിച്ചു, ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ ഏത് കുട്ടിയാണ് തെറ്റ് ചെയ്തത്? അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇത്തരം ആളുകളെ ചുമക്കേണ്ടി വരും. എന്തുകൊണ്ട്? അതിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ വിമർശിച്ച KC വേണുഗോപാലിന് അതിനുള്ള യോഗ്യത എന്താണ്? കാരണം എന്താണ്? KC വേണുഗോപാലിൻ്റെ പേരിൽ വേറെ കേസുണ്ടായിരുന്നു, അത് CBIയുടെ ഊരിയെടുത്ത് വേറെ കളിയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പറഞ്ഞു. അക്കാര്യത്തിൽ ഒരു തിരുത്തുണ്ട്. അത് തന്നെ ഒരു അസത്യവും അവാസ്തവുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ KC വേണുഗോപാലിനെ കുറിച്ച് വെല്ലുവിളിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം KC വേണുഗോപാലിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു ക്ലിപ്പിംഗ് നിങ്ങൾ കാണിക്കാമെങ്കിൽ സമസ്താപരാധം പൊറുക്കണമെന്ന് പറഞ്ഞ ചർച്ചയിൽ ഞാൻ പരസ്യമായി നിങ്ങളോട് മാപ്പി ചോദിക്കാം. ഞാൻ തിരിച്ചു നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. കുറിച്ച് രാഹുൽ മാങ്കൂട്ടം അപ്രകാരം എവിടെ വെല്ലുവിളി സ്വീകരിച്ചു? വേണുഗോപാലിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടം അങ്ങനെ പറഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്, എന്നെ തിരുത്താൻ കഴിവുള്ള ഏത് നേതാവാണ് കോൺഗ്രസിലുള്ളത്? അപ്പോൾ ഒരു KC വേണുഗോപാലിനെ മാത്രമല്ല അത് ഉദ്ദേശിച്ചത്,
പല പല ആൾക്കാരെ ഉദ്ദേശിച്ചു എന്നാണ്. എന്റെ ചോദ്യം അവിടെ ഞാൻ എന്റെ ചോദിക്കുകയാണ്. ചോദ്യം അത്തരത്തിൽ എന്റെ ചോദ്യം എന്റെ ചോദ്യം കഴിവുള്ള ഏത് നേതാവ് അത് ആരെ കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടം ചോദിച്ച ഒരു വ്യക്തിഗത തെറ്റ് കാണിക്കാമോ? അല്ല, രാഹുൽ ഗാന്ധിയെ ഇല്ല, യൂട്യൂബിലുണ്ട് അദ്ദേഹം സംസാരിച്ച യൂട്യൂബിലുണ്ട്, ഞാൻ കണ്ട ആ സംഭവം. അതേണ്ട, ഒന്ന് നോക്കിക്കോ, ഈ ഫോണിലുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ചാനലിന്റെ കാർഡ് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏതെങ്കിലും ഒരു അഭിമുഖം അതിൽ അദ്ദേഹം പറയുകയാണ് എന്നെ തിരുത്താൻ ഏത് കോൺഗ്രസ് നേതാവാണെന്നുള്ള ചോദിച്ചാൽ ഒരു അഭിമുഖം നിങ്ങൾക്കൊന്ന് കാണിക്കാമോ? ഞാൻ നിങ്ങളെ BJP പ്രതിനിധിയെ വെല്ലുവിളിക്കുകയാണ്. താങ്കൾ നേരത്തെ CPI മന്ത്രിമാരെ കുറിച്ച് പറഞ്ഞത് വാർത്തകളുടെ അടിസ്ഥാനത്തിലെന്നാണ് പറഞ്ഞത്. അല്ലല്ല ഞാൻ ഇതതുപോലെയല്ലോ വ്യക്തിപരമായ ഒരാൾ മറ്റൊരാളെ കുറിച്ച് ഈ വിഷയത്തിൽ എന്നെ തിരുത്താൻ ആർക്കാണ് സാധിക്കുക, ഏത് കോൺഗ്രസ് നേതാവിനാണ് സാധിക്കുക എന്ന് പറയുമ്പോൾ ഏതു നേതാവിനെ കുറിച്ചാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ പ്രിയപ്പെട്ട അനിൽകുമാർ. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം എവിടെ പറഞ്ഞിരിക്കുന്നു? എവിടെ പറഞ്ഞിരിക്കുന്നു? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അസത്യത്തെക്കുറിച്ച് ഇത് ഗീബൽസിന്റെ സ്വഭാവമാണ്. 100 തവണ ആവർത്തിച്ചാൽ സത്യമായില്ല അനിൽകുമാർ. അല്ലല്ല, ഒറ്റ പോയിന്റേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വാചകം ഇതാണ്: എന്നെ തിരുത്താൻ വരുന്ന ആളുകൾ അതിന് യോഗ്യരാണോ പറയുന്നു. പ്രിയപ്പെട്ട അനിൽകുമാർ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന രാഹുൽ ഗാന്ധിയോ അത് പറഞ്ഞിട്ടില്ല. രാഹുൽ KC വേണുഗോപാലോ എന്നെ തിരുത്താൻ അവകാശമില്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തലകുനിക്കാം, ഞങ്ങൾക്ക് തർക്കമില്ല. ആരെയാണ് അദ്ദേഹം ഉന്നയിച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കട്ടെ. ഞങ്ങളതേ പറയുന്നുള്ളൂ. ആരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണം, തദ്ദേശത്തിന്റെ പ്രതികരണം എന്തെന്ന് നോക്കാം. എൻ്റെ ചോദ്യം UDF പ്രതിനിധിയോടാണ്. കഴിഞ്ഞ 25 വർഷങ്ങൾക്കധികമായിട്ട് കോട്ടയം മുനിസിപ്പാലിറ്റി UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. ഈ എല്ലാ മുനിസിപ്പാലിറ്റിയിൽ എല്ലാ വർഷവും ബഡ്ജറ്റുകൾ ഉണ്ടാകാറുണ്ട്. ഈ ബഡ്ജറ്റുകളിൽ DPR, അതായത് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ അവതരിപ്പിക്കാറുണ്ട്, പദ്ധതി വീതങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. UDF പ്രതിനിധി എന്ന നിലയിൽ ഈ പദ്ധതികൾ അതാത് വർഷം നടപ്പാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അതിനകത്തൊരു തീരുമാനം പറയാൻ UDF പ്രതിനിധിക്ക് സാധിക്കുമോ? കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ കാര്യം മാത്രമാണ് ചോദിക്കുന്നത്. എനിക്ക് കോട്ടയം മുനിസിപ്പാലിറ്റിയെ കുറിച്ച് മാത്രം പിൻ പോയിന്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രത്യേകമായ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. കോട്ടയം മുനിസിപ്പാലിറ്റിക്കകത്ത് ബഡ്ജറ്റിൻ്റെ DPR നടപ്പാക്കുന്നോ ഇല്ലയോ എന്ന് ഞാനിതുവരെ നോക്കിയിട്ടില്ല. ഇല്ലെങ്കിൽ ആ വിഷയം എന്നോട് നേരത്തെ പറയണമായിരുന്നു, ഞാനത് പഠിച്ചിട്ട് വരാമായിരുന്നു. അതുകൊണ്ട് ജനറൽ ആയിട്ടുള്ള രാഷ്ട്രീയമായ വിഷയം ചോദിച്ചാൽ ഞാൻ പറയാം. നഗരസഭയുടെ പ്രവർത്തനത്തെ മൊത്തത്തിലാണ്, നഗരസഭയുടെ പ്രവർത്തനത്തെക്കുറിച്ച് മൊത്തത്തിലൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഉദ്യോഗസ്ഥരായിരുന്ന ചില ആൾക്കാർ വൻതോതിലുള്ള കൊള്ള നടത്തി വൻതോതിൽ കോടിക്കണക്കിന് രൂപ ഈ മുനിസിപ്പാലിറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയൊരു വിഷയമുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്ത് അറിഞ്ഞു കാണുമോ? അതിൻ്റെ ആ കേസിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം പത്രം വായിച്ചിരുന്നു. ആ കേസിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ആ കേസിൽ ഇപ്പോഴത്തെ മുനിസിപ്പൽ സെക്രട്ടറിക്കെതിരെ നടപടി എടുക്കണമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി, ജസ്റ്റ് മിനിറ്റ് അതിൻ്റെ വിവരാവകാശം കാണിക്കാം. വിവരാവകാശം നിങ്ങൾ കാണിക്കൂ. പക്ഷേ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. തെറ്റാണെങ്കിൽ താങ്കൾക്ക് എന്നെ തിരുത്താം. അതിൽ ജയിലിൽ പോയ, അതിൽ അറസ്റ്റിലായി ജയിലിൽ പോയ വ്യക്തി അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം ഇത്രയും നാളായി സമർപ്പിക്കാൻ ഞാൻ പറയട്ടെ, അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് ഇത്ര വലിയ പൊതുജനങ്ങളുടെ പണം കൊള്ളയടിച്ചുകൊണ്ട് പോയ ഒരാൾക്കെതിരെ അദ്ദേഹത്തിന് ജാമ്യം, ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ പാകത്തിൽ പ്രിയപ്പെട്ട അനിൽകുമാർ അഭിഭാഷകനാണ്. അനിൽകുമാറിനും പറയാം എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ട്? അവിടെയാണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് അടക്കം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊള്ളകൾ നടക്കുന്നത്. എന്താണ് വിവരാവകാശത്തിൽ നിങ്ങൾക്ക് ലഭിച്ചത് പെൻഷൻ മോഷണവുമായി ബന്ധപ്പെട്ട്? പ്രിൻസിപ്പൽ ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തിരുവനന്തപുരം, അദ്ദേഹത്തിന്റെ ഓർഡറിന്റെ 11ാമത്തെ ഖണ്ഡിക പെൻഷൻ വിതരണം സംബന്ധിച്ച് രജിസ്റ്ററുകളും ഫയലുകളും പരിശോധിച്ച് ഗുണഭോക്താക്കൾ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും മാസ്റ്ററിംഗ് യഥാവിധി നടത്തി വിതരണ ലിസ്റ്റ്, ബാങ്ക് അക്കൗണ്ട് നമ്പറുകളും തമ്മിൽ ക്രോസ് മാച്ച് നടത്തൽ തുടങ്ങിയ യഥാവിധി ചെയ്യുന്നതിലും സ്ഥലം മാറിപ്പോയ ജീവനക്കാരന് വീണ്ടും കോട്ടയം നഗരസഭയിലെ പെൻഷൻ ലിസ്റ്റുകൾ കൈകാര്യം ചെയ്ത് ക്രമക്കേട് തുടരുന്നതിന് അവസരം ഒരുക്കിയതിലും സെക്രട്ടറി, PA2 സെക്രട്ടറി, സൂപ്രണ്ട്, അക്കൗണ്ടന്റ് എന്നിവർക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വവും മേൽനോട്ട വീഴ്ചയും ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു. സെക്രട്ടറിമാരുടെ പേര് പറയുന്നുണ്ട്. ഇതിനെതിരെ UDFന്റെ കൗൺസിൽ എന്ത് നടപടി എടുത്തു, അതിനെതിരെ എന്താണ് ചെയ്തതെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ജനറലി പറഞ്ഞാൽ മതി. കൗൺസിലാണ് നടപടി എടുക്കേണ്ടത്. അതാണ് എനിക്ക് ഒരു ചോദ്യം. അല്ല, ഞാനിപ്പോൾ നിങ്ങൾ UDFന്റെ കൗൺസിലിനെ കുറ്റപ്പെടുത്തി നടപടിയൊന്നും എടുത്ത് കാണില്ലായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇതിപ്പം ഈ വിവരാവകാശ രേഖയൊക്കെ കൊണ്ടുവന്നത്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ട സുഹൃത്തെ, UDFന്റെ കൗൺസിലിന് ആരെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാരമില്ല. താങ്കൾ ഇതുപോലൊരു വിവരാവകാശ നിയമം എവിടെ വെക്കേണ്ടതെന്ന് അറിയാമോ? അത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ വെക്കണം. ഇത്രയും കുറ്റം കാണിച്ചിട്ടുള്ള, ഇത്രയും വലിയ കുഴപ്പം കാണിച്ചിട്ടുള്ളവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തവരെ ജയിലിൽ ഇടുന്നല്ലോ നിങ്ങളൊരു വിവരാവകാശം വെച്ച് ചോദിക്കണം.
ഇതൊക്കെ നടപടി എടുക്കേണ്ടത് ആരാ? തീർച്ചയായും ചോദിക്കാം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ് പ്രിയപ്പെട്ട സുഹൃത്തെ. തീർച്ചയായും ചോദിക്കാം. മനസ്സിലായോ? താങ്കളെ ഇവിടെ ഇരിക്കുന്ന മുനിസിപ്പൽ ചെയർമാനോ മുനിസിപ്പൽ അല്ലെങ്കിൽ സെക്രട്ടറിയോ മുനിസിപ്പൽ അധികാരികളോ അല്ല. നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു താങ്കൾ നല്ല എഡ്യൂക്കേഷൻ ഉള്ള ഒരാളാണ്. താങ്കൾ ഈ വിവരാവകാശ നിയമമൊക്കെ എടുത്തിരിക്കുന്ന ഒരാളാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം കൂടുതൽ രേഖകൾ ഹാജരാക്കണം. ഒരു ഇമെയിൽ അയക്കും സുഹൃത്തെ. ഇതുപോലെ വലിയ അത് കൊള്ള അദ്ദേഹം ചെയ്തോളൂ. കോട്ടയം Please, മുനിസിപ്പാലിറ്റി അദ്ദേഹം നടത്തിയിരിക്കുന്നു. മറുപടി പറയുന്നില്ല. മറുപടിയാ പറഞ്ഞത്. എന്റെ ചോദ്യം എന്താ മറുപടിയാ ഞാൻ പറഞ്ഞത്? ചോദ്യം എന്താണ്? ചോദ്യം എന്താണ്? എന്റെ മറുപടിയാ എന്റെ പറഞ്ഞത്. ചോദ്യത്തിൽ നിന്ന് മാറിപ്പോകാതെ ഞാൻ ഒന്നുമില്ല. ചോദ്യം പറഞ്ഞോ, fulfill ചെയ്യാം. പറഞ്ഞോ. എന്റെ കയ്യിലിരിക്കുന്ന രേഖ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ കഴിഞ്ഞ 4 വർഷത്തെ RTI പ്രകാരം എടുത്ത ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങളിലേക്ക് ഒന്ന് നമുക്ക് കണ്ണോടിക്കാം. കോട്ടയം മുനിസിപ്പാലിറ്റിയെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ പലരും ചോദിക്കും ഇതിന്റെ 2021-22 വരുമാനം ഒന്ന് ആദ്യമേ നോക്കാം. 139,39,33,725 രൂപ വരുമാനവും ചെലവ് 113 കോടി രൂപ 62,32,816 രൂപ. അതായത് നീക്കിയിരിപ്പ് 25,79,909 രൂപ. അതായത് നീക്കിയിരിപ്പ് സർപ്ലസ് ബഡ്ജറ്റ് ഉള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഈ മുനിസിപ്പാലിറ്റിയുടെ 2021-22 മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുള്ളൂ. നമുക്ക് പദ്ധതികളിലേക്ക് ഒന്ന് പോകാം. ശുചിത്വ നഗരം, അതാണ് നമ്മുടെ ഒരു പദ്ധതി. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കോട്ടയം മുനിസിപ്പാലിറ്റി ലോകബാങ്ക് പദ്ധതിയുടെ ഭാഗമാക്കി തയ്യാറാക്കുന്ന വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ചിങ്ങവനം മുതൽ സംക്രാന്തി വരെയും കഞ്ഞിക്കുഴി മുതൽ ഇല്ലിക്കൽ വരെയുമുള്ള ദേശീയ സംസ്ഥാന പാതകളും തിരുനക്കര ബസ് സ്റ്റാൻഡും ശുചീകരിക്കുന്നതിന് ആധുനിക രീതിയിലുള്ള ഒരു സ്വീപ്പിംഗ് മിഷൻ ഈ സാമ്പത്തിക വർഷം വാങ്ങി രാത്രികാല ശുചീകരണത്തിന് തുടക്കം കുറിക്കും. ഇതോടൊപ്പം മാലിന്യ ശേഖരണത്തിന് ആവശ്യമായ വാഹനങ്ങൾ വാങ്ങും. നഗരത്തിലെ ഓടകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കുന്നതിന് ഒരു ഗള്ളി സക്കർ ലോറി വാങ്ങുന്നതാണ്. 25 കോടി രൂപ ബാക്കി ഉണ്ടായിട്ട് എന്തുകൊണ്ട് കോട്ടയത്ത് ഒരു ഗള്ളി സക്കർ ലോറി ഇല്ല? എന്തുകൊണ്ട് ഈ പദ്ധതി നടപ്പായില്ല? ഒന്ന്. അടുത്തതിലേക്ക് പോകാം. നാട്ടകത്തുള്ള നഗരസഭ വക 4 ഏക്കർ സ്ഥലവും ഭവന നിർമ്മാണ പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടും. ഇതിനൊരു നോട്ടീസ് വെച്ചിട്ടുണ്ട് നാട്ടകത്ത്. ഇപ്പം എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം അവിടെ എന്ത് പദ്ധതിയാണ് നടപ്പായെന്നുള്ളത്. 2, നഗര സൗന്ദര്യവൽക്കരണം. അതിനകത്ത് മുനിസിപ്പൽ ഓഫീസ് മുതൽ ഗാന്ധി സ്ക്വയർ വരെയും ഗാന്ധി സ്ക്വയർ മുതൽ തിരുനക്കര ക്ഷേത്രം വരെയുള്ള ഫുട്പാത്ത് ടൈൽസ് ഇട്ട് സഞ്ചാരയോഗ്യമാകും. അത് 2021-22 പറഞ്ഞതാണ്. 2023-24 ബഡ്ജറ്റിൽ ഈ ആവശ്യത്തിലേക്ക് 10 ലക്ഷം രൂപ വകയിരുത്തി ഇപ്പം നമുക്ക് അവിടെ പോയി നോക്കാം എന്ത് വികസനമാണ്, എന്ത് മാറ്റമാണ്. ആൾക്കാരുടെ കാലം ഇതിനകത്ത് പോകാത്ത അവരുടെ ഭാഗ്യം എന്ന് മാത്രമേ പറയുള്ളൂ. രണ്ടാമത്തേതാണ്, അതിലും വലിയത് നെഹ്റു സ്റ്റേഡിയം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആക്കും. അതിനെക്കുറിച്ച് ഒരു കമൻറ്റും ഞാൻ നടത്തുന്നില്ല. അവിടെ നാട്ടുഭാഷയിൽ പറഞ്ഞ ഒരു തൂമ്പ മണ്ണ് പോലും അവിടെ ഇട്ടിട്ടില്ല. അത് നാഗമ്പടം സ്റ്റേഡിയം ആണോ അവർ? നാഗമ്പടം സ്റ്റേഡിയം പണ്ട് രഞ്ജി ട്രോഫി വരെ നടന്നിട്ടുള്ളതാണ്. അവിടെ വെങ്കടപതി രാജുവാണ് അവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ കായിക താരമെന്ന് എൻ്റെ അറിവിൽ. ശരി, ഇപ്പോൾ അവിടെ ഫുട്ബോൾ കളിക്കാൻ പോയാൽ വള്ളം കളിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും മഹത്തായ ഒരിതുണ്ട്. യുവജനങ്ങൾക്കായി ടർഫുകൾ വരുന്നു. 800 രൂപയ്ക്ക് മേളിലാണ് പ്രൈവറ്റ് ടർഫിൻ്റെ വാടക വരുന്നത്. ഇവിടെ കോട്ടയം ഇതിനകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് കുമാരനെല്ലൂർ, ഇല്ലിക്കൽ, കോടിമത എന്നിവിടങ്ങളിൽ ഈ വർഷം ടർഫുകൾ നിർമ്മിക്കും. എവിടെയെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ഈ പറയുന്ന കോടിമതയും കുമാരനെല്ലൂരും ഇല്ലിക്കൽ ഒരു ഗ്രൗണ്ടുണ്ട്. അനിൽകുമാർ സാറിന് കൂടുതൽ പരിചയമുള്ളതാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സാർ ഒന്ന് വ്യക്തമാക്കണം. പിന്നെ ഏറ്റവും മാധ്യമപ്രവർത്തകർക്കായി പാർപ്പിട പദ്ധതി. ജൂബിലി വർഷത്തിലേക്ക് കടക്കുന്ന കോട്ടയം പ്രസ് ക്ലബിൻ്റെ സഹകരണത്തോടെ PMAY പദ്ധതി സംയോജിപ്പിച്ച് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കോട്ടയത്തെ മാധ്യമപ്രവർത്തകർക്കായി സമഗ്ര പാർപ്പിട പദ്ധതിക്ക് രൂപം നൽകും. എന്തെങ്കിലും പ്രസ് ക്ലബ് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ഞങ്ങളെയും പറ്റിച്ചു. പറയൂ, ഇതിനൊക്കെ പറയൂ. ഇത് പറയാനാണെങ്കിൽ അല്ല, അതിന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ബഡ്ജറ്റ് പ്രപ്പോസൽ വെച്ചുള്ള ചർച്ചയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ബഡ്ജറ്റ് പ്രപ്പോസൽ വെച്ചിട്ട് ഞാൻ വിചാരിച്ചത് ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതിലേക്ക് ഞാൻ വരാം. പ്രിയപ്പെട്ട സുഹൃത്തെ, അതിലേക്ക് ഞാൻ വരാം. ഞാൻ മുനിസിപ്പൽ ചെയർമാൻ അല്ല. ഞാൻ മുനിസിപ്പൽ ചെയർമാൻ അല്ല. ഞാൻ എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്. ഞാൻ പറയാമല്ലോ, തിരിച്ചു പറയാം. താങ്കൾ ഇതെല്ലാം വിവരാവകാശ രേഖ എടുത്തു. താങ്കൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ഈ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 5 കൊല്ലം ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. താങ്കൾ അതുകൂടെ ഒന്ന് എടുത്ത് നോക്കണം. അതിൽ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളും നോക്കണം.
അറിയാമോ താങ്കൾ പ്രിയപ്പെട്ട സുഹൃത്തെ, സുഹൃത്തേ. കേരളത്തില് എല്ലാ വിദ്യാർത്ഥിനികൾക്കും ലാപ്ടോപ്പ് കൊടുക്കും, എല്ലാ വീട്ടിലും ഫോൺ കൊടുക്കും തുടങ്ങി ഒരുപാട് സുഹൃത്തേ, കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സുഹൃത്തേ, പ്രിയപ്പെട്ട സുഹൃത്തെ, സുഹൃത്തേ, ഒരു ബഡ്ജറ്റ് നിമിഷം, പ്രപ്പോസൽ ഒരു നിമിഷം. നടപ്പാക്കി എല്ലാ സർക്കാരുകളും പൂർത്തിയാക്കിയിട്ടാണ് ഇറങ്ങി പോകുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പറയാൻ പാടില്ല. പറയുന്നില്ല. 25 കൊല്ലമായി യു ഡി എഫ് മനസ്സിലായോ? സർക്കാർ ഒരിക്കലും അത് പറയാൻ ഞാൻ പാടില്ല. പറയുന്നില്ല. 6 മാസത്തിന് ശേഷം പിന്നെ ഇതേ ജോലി എനിക്ക് അറിയാവുന്ന വളരെ കോട്ടയത്തിന്റെ ലിമിറ്റഡ് ആയ ഒരു കാര്യം ഞാൻ പറയാം. ചെയ്തിരിക്കും. ലിമിറ്റഡ് ആയ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ വളരെ ലിമിറ്റഡ് ആയ ചെയ്തിരിക്കും. ഒരു കാര്യം. ശരി. നിങ്ങൾ ഈ സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ മെയിൻ്റനൻസ് ഗ്രാന്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഉളുക്കടിച്ചിട്ട് ഈ- പോവാന്ന് അല്ലല്ല, കോട്ടയത്ത് പറയും. ഉടുക്കടിക്കുന്ന അതുമായിട്ട് ഉള്ള കാര്യം വരരുത്. പറയുന്നത്. കോട്ടയത്തേക്ക്. ഉള്ള കാര്യം പറയുന്നത് ഈ സംസ്ഥാന സർക്കാർ UDF ഭരിക്കുന്നതുകൊണ്ടായിരിക്കും ഈ കോട്ടയം പോലെ ഇത്രയും വലിയൊരു മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിരിക്കുന്ന മെയിൻ്റനൻസ് ഗ്രാന്റ് എത്രയെന്ന് അറിയാവോ? 2 കോടി രൂപയാണ് മെയിൻ്റനൻസ് ഗ്രാന്റ്. ഇവിടെ അടുത്തൊരു അയ്മനം പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തിന് 7 കോടി രൂപ കൊടുത്തിട്ടുണ്ട് മെയിൻ്റനൻസ്. എന്തുകൊണ്ടാണ് സുഹൃത്തെ അറിയാവോ? അയ്മനം പഞ്ചായത്തിന് 7 കോടി രൂപയും കോട്ടയത്തിന് മെയിൻ്റനൻസ് ഗ്രാന്റ് 2 കോടി രൂപയും മാത്രം. എന്നെ പറയാൻ അനുവദിക്കൂ. ഇവിടെ 25 കോടി രൂപ ബാക്കിയുള്ളപ്പം എന്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ മെയിൻ്റനൻസിന്റെ പുറകെ പോകുന്നത്? നിങ്ങൾ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തത് ഇവിടെ ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ പിന്നെ എന്തിനാ തദ്ദേശ സ്വയംഭരണത്തിലേക്ക് വീണ്ടും വരുന്നത്? ഒരു വാക്ക് പറയട്ടെ. ശരി ശരി. ഒരു വാക്ക്. മറുപടി. ബഹുമാനപ്പെട്ട അജിസ്മൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയുക. ഇവർ അധികാരത്തിൽ വന്നപ്പോൾ കോട്ടയത്ത് പദ്ധതി അടങ്കൽ 82 കോടി 23 ലക്ഷം രൂപയായിരുന്നു. അതുകൂടാത്ത തനത് ഫണ്ടോട് കൂട്ടിയാണ് അദ്ദേഹം വായിച്ചത്. കേരളത്തിൻ്റെ ഗവൺമെൻറ് കൊടുക്കുന്ന 82 കോടി 23 ലക്ഷം രൂപ ആ വർഷം കൃത്യമായി ചെലവഴിക്കാത്തതിനെ തുടർന്ന് 30 കോടി രൂപ കുറഞ്ഞു. ഓരോ വർഷവും പദ്ധതി പണം ചെലവഴിക്കാത്തതിൻ്റെ ഫലമായിട്ട് അടുത്ത വർഷം വന്നപ്പോൾ 54 കോടിയായിട്ട് സംസ്ഥാന വിഹിതം കുറഞ്ഞു. അതിൻ്റെ അടുത്ത വർഷം 53 കോടിയായിട്ട് കുറഞ്ഞു. അതിൻ്റെ അടുത്ത വർഷം 50 കോടിയായി. ഈ കഴിഞ്ഞ വർഷം 52 കോടിയായിട്ട് കുറഞ്ഞു. ഇനി ഒരു കണക്കൂടെ ഞാൻ പറയാം. 5 കൊല്ലം മുമ്പ് ഒരു വർഷം ഇവിടെ ചെലവഴിച്ച തുക 44 കോടി 48 ലക്ഷം. കഴിഞ്ഞ മാർച്ച് 30 വരെ ഇവിടുത്തെ ചിലവ് എത്രയെന്നറിയോ? 11 കോടി 92 ലക്ഷം. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടേണ്ട പദ്ധതി വിഹിതം പണം ചെലവഴിക്കാത്തതിൻ്റെ ഫലമായിട്ട് ഒരു 169 കോടി രൂപ നഷ്ടപ്പെടുത്തിയതാണിത്. ലാപ്സായി. 2, അനുവദിക്കപ്പെട്ട പണം പിന്നെയും ചെലവഴിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് വന്ന നഷ്ടം വേറെ. അപ്പോൾ ഒരു പഞ്ചായത്തിനേക്കാൾ കുറവാണ്, അയ്മനം പഞ്ചായത്തിനേക്കാൾ കുറവാണ് കോട്ടയത്തെ പദ്ധതി ചെലവ്. 1. 2, കേരളമെല്ലാം അറിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതിയുണ്ട്. 211 കോടി രൂപയുടെ അഴിമതിയാണ് ഈ ഭരണം നടത്തിയത്. എന്താണ് അതിൻ്റെ പോയിൻ്റ്? ചെക്ക് രജിസ്റ്റർ ഇല്ല, ഡ്രാഫ്റ്റ് രജിസ്റ്റർ ഇല്ല. ഞാൻ ബഹുമാനപ്പെട്ട അജിംസിനോട് പറയുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നാളെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ ചെയർപേഴ്സൺ വരട്ടെ, വൈസ് ചെയർപേഴ്സൺ വരട്ടെ. കോട്ടയം നഗരസഭയിൽ ചെക്ക് രജിസ്റ്ററും ഡ്രാഫ്റ്റ് രജിസ്റ്ററും ഉണ്ടെങ്കിൽ അതുമായിട്ട് പ്രസ് ക്ലബ്ബിൽ ഒരു സംവാദത്തിന് വരാൻ UDF ഞാൻ വെല്ലുവിളിക്കുന്നു. എന്താ കാരണം? അത് വിഴുങ്ങി, അതില്ല. ഇതാണ് കോട്ടയത്തെ അഴിമതി. ഈ അഴിമതി പിടിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ. അതുകൊണ്ടോ ചെയർപേഴ്സന് പത്രസമ്മേളനം ഇല്ല, വൈസ് ചെയർമാന് പത്രസമ്മേളനം ഇല്ല. പക്ഷേ ആ ചെയർപേഴ്സന് കൈപ്പത്തി ചിഹ്നത്തിലാണ് ഇപ്പോൾ മത്സരം. ചിഹ്നം കൊടുത്തു എന്ന് മാത്രമല്ല, വൈസ് ചെയർമാൻ 10 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഇദ്ദേഹം പറഞ്ഞ ബഡ്ജറ്റ്, ഈ കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു 4 കൊല്ലം ഞങ്ങൾ കോട്ടയത്ത് പറഞ്ഞു ഒന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് ഈ വർഷം ബഡ്ജറ്റ് പ്രസംഗം ഇല്ല, ബഡ്ജറ്റില്ല, കണക്ക് അവതരിപ്പിച്ച് പിരിയുന്നു. ഇതാണ് കോട്ടയം. ഇതാണ് നിങ്ങളുടെ കോട്ടയം മോഡൽ. ഈ കോട്ടയം മോഡൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇനി കേരളത്തിൽ വേണോ? അതാണ് കേരളത്തോടുള്ള ചോദ്യം. ശരി. BJP. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പൊതുവായ കേരളത്തിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങൾ മനഃപൂർവ്വം മറന്നുകൊണ്ട് കേവലം നമ്മളൊരു മുനിസിപ്പാലിറ്റി നമ്മൾ ചർച്ച നടക്കുന്നത് സാധാരണ സംപ്രേഷണം ചെയ്യുമ്പോൾ ഈ സംസ്ഥാനം നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു ടി വിയിൽ, ഇപ്പം വൈകുന്നേരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണ് ടി വിയിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു വലിയ വിഷയം ഉണ്ടായിരുന്നു. അതായത് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു വാർത്ത വളരെ കൃത്യമായ രീതിയിൽ ചാനലുകളിൽ മിന്നിമറിഞ്ഞു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേന് ആ വാർത്ത ഇല്ല. അല്ല, ഏറ്റുമാനൂർ മോഡൽ നിങ്ങൾ ഈ കാര്യം ഈ ശബരിമല വിഷയം ബോധപൂർവ്വം നിങ്ങൾ മറക്കുക. കാരണം ശബരിമല വിഷയം ചർച്ച ചെയ്താൽ അത് സർക്കാരിനെ ബാധിക്കും. കാരണം ദേവസ്വം ബോർഡും സർക്കാരും ഒത്തുകളിച്ചുകൊണ്ട് കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്താവശ്യപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്തഴിമതി ഒരു അഴിമതി നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ വെറുതെ പറയുന്നു. അതേപോലെ കേരളത്തിലെ ആഭ്യന്തര വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? കേരളത്തിലെ ആഭ്യന്തര സംവിധാനം തീർത്തും പരാജയമാണ്. ഇന്ന് ടി വിയിൽ കാണിച്ചൊരു വലിയ വാർത്തയാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വനിതയെ DYSP പീഡിപ്പിച്ചു. അതേപോലെ കഴിഞ്ഞ ആഴ്ച കണ്ടു പരാതി പറയാൻ ചെന്ന ഒരു വനിതയെ SI പീഡിപ്പിച്ചു. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയാണ്. ആ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നിരവധി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ട്
വോട്ട് ചോദിക്കാൻ ചെന്ന കൂട്ടർ നടത്തിയത് കാണിക്കുക. അതിന്റെ പേരിൽ BJP മുഴുവൻ അങ്ങനെയാണെന്ന് അല്ല, പറയും. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ അതിന്റെ കൂടെ അല്ല, അങ്ങനെ പറയാണ്ട് പറയുന്നത് പാലക്കാട് പാർട്ടി ഓഫീസിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശശി എന്ന് പറഞ്ഞ വ്യക്തി അവിടുത്തെ ഒരു ഇടതുപക്ഷ പ്രവർത്തകരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പരാതി ഉണ്ടായിട്ട് ഒരു ചുക്കും നടന്നില്ല. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പറയുമ്പോൾ CPM ഒന്ന് ആലോചിക്കണം. ഈ വിഷയം പാലക്കാട് ഈ ശശിയുടെ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിന്റെ വികസനം ചർച്ച ചെയ്യാതെ പരസ്പരം പഴിചാരി ജനശ്രദ്ധ തിരിക്കുക. അതാണ് അനിൽകുമാർ, നിങ്ങൾ കേരളം മോഡൽ വികസനം മുമ്പോട്ട് വെക്കുന്നു, ഇവർ ഏറ്റുമാനൂർ മോഡലിലാണ് LDF-നെ എതിർക്കുന്നത്. ഒന്ന്, അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടമുള്ള സംസ്ഥാനം കേരളമല്ല. അല്ല, കടബാധ്യതയിൽ കേരളം താഴോട്ട് വന്ന് 15ാം സ്ഥാനത്തായി. പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ 9ാം സ്ഥാനത്തായിരുന്ന കേരളം കടത്തിൽ 15ാം സ്ഥാനത്തേക്ക് താഴോട്ട് പോയെന്ന് പറഞ്ഞാൽ കടം പെരുകുന്ന കേരളമല്ല, കടം കുറയുന്ന കേരളമാണ്. 3 കോടി 30 ലക്ഷമുള്ള കേരളവും 26 കോടിയുള്ള താരതമ്യം ചെയ്യരുത്. എന്നിട്ട് വയനാട് ദുരന്തത്തിൽ 1 രൂപ പാവങ്ങൾക്ക് കൊടുത്തില്ലല്ലോ. കടത്തിന്റെ കണക്ക് ഇന്ത്യ രാജ്യത്തിന്റെ കടം എങ്ങനെയാ? ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുമ്പോൾ 53 ലക്ഷം കോടി കടം. ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ കടം 200 ലക്ഷം കോടി കഴിഞ്ഞു. 4 ഇരട്ടിയായിട്ട് വളർന്നു. 4 ഇരട്ടിയായിട്ട് കടം വർദ്ധിച്ചു ഇന്ത്യ രാജ്യത്തിൻ്റെ കടം. കേരളത്തിലോ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1,63,000 കോടി രൂപയുടെ കടം. 10 കൊല്ലം പൂർത്തിയാകുമ്പോൾ കേരളത്തിൻ്റെ കടം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ കടത്തിൻ്റെ അളവിൽ വർദ്ധിക്കുകയല്ല ചെയ്തത്, കടം കുറയുകയാണ് ചെയ്തത്. ഇനി ബഹുമാനപ്പെട്ട അജ്മിസ് പറഞ്ഞ പോയിന്റ് എന്താണ്? ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാൾ കേരളത്തിൽ കടം കൂടി ഇരട്ടിയായി, തർക്കമില്ല. 6 ഇരട്ടിയൊന്നും ആയിട്ടില്ല. 1,63 ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത്, ഇപ്പം 4,61. കേരളത്തിൻ്റെ ആഭ്യന്തര മൊത്ത വരുമാനം എത്ര ഇരട്ടിയായിട്ട് വർദ്ധിച്ചു? ഇതാണ് പോയിന്റ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ GDP ഗ്രോത്ത് കേരളത്തിലാണ്. 14.24 ലക്ഷം കോടിയായിട്ട് വളർന്നു. അതുകൊണ്ടോ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നികുതി വരുമാന വളർച്ച കേരളത്തിലാണ്. കേന്ദ്രം പണം തരാതിരുന്നിട്ടും കേരളം വളരുന്നത്, കേരളത്തിൻ്റെ നികുതി വളർച്ച കൂടി. ഇനി അദ്ദേഹം പറഞ്ഞു ചെറുപ്പക്കാർ ധാരാളം വിദേശത്ത് പഠിക്കാൻ പോകണം. ജവഹർലാൽ നെഹ്റു തൊട്ട് ആരൊക്കെ പഠിക്കാൻ പോയി? ഇവരുടെ പഴയ മാപ്പെഴുത്ത് വീരനുണ്ടല്ലോ സവർക്കറുടെ കാലം പോക്കുള്ളതാ. പുള്ളി മാപ്പെഴുതാൻ പഠിച്ചത് വിദേശത്ത് പോയി പഠിച്ചിട്ടാണ്, ഇംഗ്ലീഷിലാണ്. മലയാളം ഇന്ത്യയിൽ പഠിച്ചിട്ടല്ല. വിദേശത്ത് പോയി പഠിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മുടിയനായ പുത്രൻ എന്ന വാക്കൊക്കെ അദ്ദേഹത്തിന്റെ മാപ്പപേക്ഷ വന്നത് പുറത്തു പോയി പഠിച്ചുകൊണ്ടാണ്. അവിടെ ആദ്യമായിട്ട് പുറത്തു പോയി പഠിച്ചത് കേരളത്തിലെ മനുഷ്യരല്ല, സവർക്കറൊക്കെയാണ്. എൻ്റെ പോയിന്റ് അതല്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്നല്ല. 1ാം സ്ഥാനം ഹരിയാന, പഞ്ചാബ്, ഡൽഹി, രാജസ്ഥാൻ, തെലുങ്കാന. 6ാം സ്ഥാനമേ കേരളമുള്ളൂ. ഏറ്റവും കൂടുതൽ ബംഗാളികൾ വന്ന്, അതായത് പട്ടിണിപ്പാവങ്ങളായ ബംഗാളികൾ കേരളത്തിൽ വന്ന് പണിയെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കേരളത്തിന്റെ മികവാണ്. മികവല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ കിട്ടാത്ത കൂലി ഇവിടെ കിട്ടുന്നു. ഗുജറാത്തിലും 32 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ ഭരിച്ചപ്പോൾ ആ ബംഗാളിലെ തൊഴിലാളികൾ പട്ടിണിപ്പാവങ്ങളായ ആൾക്കാർ കേരളത്തിൽ വരേണ്ടി വന്നു. അവിടെ കമ്പനി തുടങ്ങാതിരിക്കാൻ വേണ്ടി സമരം ചെയ്തവർ ഗുജറാത്തിൽ കൊണ്ടുപോയി. 60 ലക്ഷം അതിഥി തൊഴിലാളികൾ കേരളത്തിലുണ്ട്. ഇനി ഈ കേരളീയർ എവിടെ പോകും? കാരണം നിങ്ങൾ പറയുന്നു 600 വാഗ്ദാനത്തിൽ 550 പാലിച്ചായിരുന്നു ഒന്നാം. പക്ഷെ അദ്ദേഹം ഒരു പോയിന്റ്, ദേശീയ തൊഴിൽ നിയമങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിനെതിരായിട്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. ഈ 2 പേരെ ഞാൻ താരതമ്യപ്പെടുത്തുകയാണ്. ഇവർ തെറ്റായ തൊഴിൽ നയം കൊണ്ടുവന്നു, കോൺഗ്രസ് അതിനെ എതിർത്തിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ അല്ല, ഞങ്ങളെപ്പോലെ തന്നെ എതിർത്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഡിമാൻഡ് എന്താണ്? ജയറാം രമേശ് പറയുന്നത് ദേശീയ തലത്തിൽ മിനിമം കൂലി 400 ആക്കണം. കേരളത്തിൽ ശരാശരി 600, 700, 800, 900, 1000, 1100, 1200. ദേശീയ തലത്തിൽ 400 രൂപ മിനിമം കൂലിയാക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുമോ? പറ്റില്ല. ഉയർന്ന കൂലി കിട്ടുന്നത് കൊണ്ട് ഗുജറാത്തിൽ നിന്ന്, ആസാമിൽ നിന്ന്, ഒഡീഷയിൽ നിന്ന്, ബംഗാളിൽ നിന്ന്, ഉത്തരേന്ത്യയിൽ നിന്ന് തൊഴിലാളി പ്രവഹിക്കൂടേക്ക് അവർ വരുമ്പോൾ ഇന്ത്യക്കാരാണെന്ന് കരുതി അവരെ സ്വീകരിക്കാനുള്ള തൻ്റെ ഇടമുള്ള നാടാണ് കേരളം. ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുന്ന സമയത്ത് 1.63 ലക്ഷം കോടി രൂപയാണ് കടമെന്ന് പ്രിയപ്പെട്ട അനിൽകുമാർ പറഞ്ഞു. എൻ്റെ അറിവിൽ അത് 1 ലക്ഷം കോടി രൂപയാണ് കടം. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ഉമ്മൻചാണ്ടി ഭരിച്ച 4 വർഷം കൊണ്ടുണ്ടായ കടമല്ല. അത് കേരളം രൂപീകൃതമായതിനു ശേഷം ഇത്രയും കാലം കൊണ്ടുണ്ടായ കടമാണ് 1 ലക്ഷം കോടി. ഇതിപ്പോൾ എന്താ അവസ്ഥ? 9 വർഷം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ പ്രിയപ്പെട്ട അനിൽകുമാർ തന്നെ പറഞ്ഞു
അത് 4.69 കോടിയായി. നല്ല 6 ലക്ഷം കോടി രൂപ കടമുണ്ട്. എൻ്റെ അറിവനുസരിച്ച് 6 ലക്ഷം കോടി രൂപ. അതായത് ഈ വരുമാനം വർദ്ധിച്ച കണക്കും അദ്ദേഹം 9 വർഷം കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ കടം 9 വർഷം കൊണ്ട് 5 ലക്ഷം കോടി രൂപ കൂടണമെന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ ഭരണ മികവാണ് എന്നുള്ള കാര്യം അതിന്റെ മറുപടിയിലേക്ക് വരാം. ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ബഡ്ജറ്റിലൊന്നും അല്ല നമ്മൾ ചുറ്റിത്തിരിയേണ്ടത്. മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ബോംബെറിഞ്ഞ് പോലീസ് സ്റ്റേഷന് ബോംബെറിഞ്ഞ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് CPM മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ എല്ലാ തരത്തിലും തകർന്ന ഒരു സംസ്ഥാനം. CPM ഇതുപോലെയുള്ള പ്രതിലോമകരമായ തീരുമാനമെടുക്കുന്നു, മുന്നോട്ട് പോകുന്നു. അങ്ങനെയുള്ള കാര്യം ചർച്ച ചെയ്യാൻ കേസിലെ പ്രതി നിങ്ങളുടെ സ്ഥാനാർത്ഥിയല്ലേ? ആരാ പറഞ്ഞ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിനുണ്ടോ? ധീരജിനെ കുത്തിയ സ്ഥാനാർത്ഥി കോൺഗ്രസിനുണ്ടോ? നിങ്ങള് അസത്യം പറയരുത്, അസത്യം പറയരുത്. എന്റെ പയ്യനാണെന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. അതൊക്കെ ഉണ്ടാവും. കുത്തിയതിനകത്ത് കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. അതൊക്കെ ഉണ്ടാവും. അതിൽ സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്ന് നിങ്ങൾ അസത്യം പറഞ്ഞിരിക്കരുത്. ആണോന്ന് ഞാൻ ചോദിച്ചതല്ലേ? ഞാൻ ആണോ ആ പ്രതിപട്ടികയിലുള്ള ആരെങ്കിലും സ്ഥാനാർത്ഥിയുണ്ടോ? എന്നേക്കാൾ നന്നായി അറിയാം. മതരാഷ്ട്രവാദികളുമായുള്ള നിങ്ങളുടെ സഹകരണം അത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയത ഒരുപക്ഷെ BJPയുമായി അന്തർലീനമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്, അടിത്തട്ടിൽ ബന്ധമുണ്ട് എന്നൊക്കെ ആരോപണമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ആയിരങ്ങളുള്ള സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആരോപണങ്ങളായി നിൽക്കട്ടെ, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് ജനങ്ങൾ കാണുന്നതെന്ന് അറിയട്ടെ. എൻ്റെ സംശയം മതരാഷ്ട്രവാദി ലീഗിനെ പോലും തഴഞ്ഞ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പോലെ പണ്ഡിത സഭകൾ പോലും എതിർക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ, അവരുടെ പാർട്ടിയെ നിങ്ങൾ കൂടെ കൂട്ടി സഖ്യ സ്വഭാവത്തിൽ 30 വർഷം ജമാഅത്തെ ഇസ്ലാമി എവിടെയായിരുന്നു? ഈ CPMന്റെ സഹയാത്രികരല്ലായിരുന്നു 30 വർഷം ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? നിങ്ങൾ എവിടെയാ? മതരാഷ്ട്രത്തിന് വേണ്ടി അവർ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ 30 വർഷം നിങ്ങൾ ഇലക്ഷൻ റെക്കോർഡ് പരിശോധിച്ച് നോക്കണം. 30 വർഷം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDFനായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തെ. അതിനുശേഷം അവര് ഒരു പൊളിറ്റിക്കൽ എവിടെ സീറ്റ് ഒഴിച്ചിട്ടു? പറയുന്നതല്ലേ? ഞങ്ങൾ ആർക്കും ഒരു സീറ്റ് ഒഴിച്ചിട്ടില്ല. ഞങ്ങളുടെ സീറ്റ് വിഭജനം ഒക്കെ തീർന്നു. ഞങ്ങളെല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്കായിരുന്നു പിന്തുണ. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന RSSും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാം തമ്മിൽ എന്ത് വ്യത്യാസമാണ് കോൺഗ്രസ് കാണുന്നത്? മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന RSSനോടും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സമീപനത്തിൽ ഇവർ തമ്മിൽ എന്ത് വ്യത്യാസമാണ് കോൺഗ്രസ് കാണുന്നത്? ഇല്ല, ഞങ്ങൾ ഒരു കാലഘട്ടത്തിലും വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവർ ആരാണെന്ന് കേരളത്തിനറിയാം. ഡിസംബർ 6 അല്ല, ഞാൻ ചരിത്രം അതാ പറഞ്ഞത്. ചരിത്രം പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ? എത്രത്തോളം CPMും ജനസംഘവും അടക്കം സഹകരിച്ചുകൊണ്ട് VPMന്റെ സർക്കാരിനെ താങ്ങി നിർത്തിയവർ ഒന്നിച്ചൊരു ബാനറിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. പുറത്തുനിന്ന് പിന്തുണച്ചോ? നിങ്ങൾ സത്യം പറഞ്ഞു. രഥയാത്ര തടഞ്ഞു. നരസിംഹറാവു ആ രഥയാത്രയ്ക്ക് പള്ളി പൊളിക്കാൻ അനുമതി കൊടുത്തു. വർഗീയ ശക്തികളെ ഇന്ദിരാഗാന്ധിക്കെതിരെ അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് മുസ്ലിം എല്ലാവരും കൂടി ഒന്നിച്ചായിരുന്നു. ഇനി അധികം പുറകോട്ട് പോകണ്ട. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ രാമലീല മൈതാനത്ത് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള പേരിൽ RSSന്റെ ഒരു സ്ലീപ്പർ സെല്ലിന്റെ നേതൃത്വത്തിൽ വലിയൊരു സമരം നടന്നു. അണ്ണാ ഹസാരയുടെ അടക്കം. അതിന്റെ ചിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കണം. ആരൊക്കെയായിരുന്നു എന്റെ വേദി പങ്കിട്ടിരുന്നത് അറിയാമോ? ഒന്ന് പറഞ്ഞു നിർത്തോട്ടെ സുഹൃത്തെ, ഒന്ന് പറഞ്ഞു നിർത്തോട്ടെ. ആരായിരുന്നു വേദി പങ്കിട്ടിരുന്നത്? ബാബാ രാംദേവ്, കിരൺ ബേദി, അണ്ണാ ഹസാരെ, കൂടെ ആരാ? വൃന്ദാ കാരാട്ട്, AB വർദ്ധൻ. RSSന്റെ നേതാക്കന്മാരുമായി ഈ പറയുന്ന കിരൺ ബേദി അടക്കമുള്ളവർ RSSന്റെ ഭാഗമായിരുന്നു എന്ന് മനസ്സിലാക്കാതെ ബാബാ രാംദേവ് RSSന്റെ സംഘപരിവാറിന്റെ വ്യക്തമായ ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന സഖ്യത്തെ കുറിച്ച് നിങ്ങളുടെ KPCC DCC പ്രസിഡന്റ് അയച്ച ഓഡിയോ സന്ദേശം പുറത്തെത്തി. എന്താണ് ഇന്ന വാർത്ത ഒഴിച്ചിട്ടിരിക്കുകയാണ് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി ഓഡിയോ പുറത്തു കാണിക്കാമോ? VD സതീശൻ തന്നെ പറഞ്ഞല്ലോ. എന്ത് പറഞ്ഞു? ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയ സ്വഭാവമല്ല, അതുകൊണ്ട് അവരുമായിട്ട് സഹകരിക്കും. ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പ് സഖ്യവുമില്ല സുഹൃത്തെ.
അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് പക്ഷേ നിങ്ങൾ PMS സഖ്യമുണ്ടെന്നൊക്കെ, PM നിങ്ങൾ സഖ്യമുണ്ടെന്നൊക്കെ മുസ്ലിം ലീഗ് അസത്യം പോലും പ്രചരിപ്പിച്ചാൽ മുസ്ലിം ലീഗിന്റെ അതൊന്നും- നേതാവ് പോലും അതൊന്നും പറഞ്ഞു പൊതുജനം വിശ്വസിക്കില്ല. UDF-ൽ അതാ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സഖ്യ സ്വഭാവത്തിൽ നുണ സഹകരിക്കും ആവർത്തിക്കുകയാണ്. വെൽഫെയർ നുണ പാർട്ടിയാണ്. താങ്കൾ അബ്ദുൾ ഇത് നാസർ മദനി, നിഷേധിച്ച് ഇങ്ങനെ പോകാനാകുമോ? കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി അബ്ദുൾ നാസർ മദനിയെ തോളിൽ കൈയിട്ടുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ച നിങ്ങൾ ശബരിമല സമരം നടക്കുമ്പോൾ വത്സൻ തില്ലകരിയായിരുന്നു അവിടെ നിന്ന് ആഭ്യന്തര വകുപ്പ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അറിയാമോ നിങ്ങൾക്ക്? RSSന്റെ അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്ന CPM അവർ വർഗീയതക്കെതിരെ അങ്ങനെയാണെങ്കിൽ ശിവസേനയുടെ സഖ്യകക്ഷി ആരാണ് മഹാരാഷ്ട്രയിൽ? ശിവസേനയെ പോലെ ഒരു വർഗീയ പാർട്ടി നിങ്ങൾ കോൺഗ്രസ് പ്രിയപ്പെട്ട സുഹൃത്തേ, ശ്രീ അനിൽകുമാർ, നിങ്ങൾക്കെതിരെ ആരോപണങ്ങളുണ്ട്. ഞങ്ങൾ ജീവിതത്തിലൊരിക്കലും CPIM ഇന്ത്യ രാജ്യത്ത് RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായി ഒരിക്കലും കൂട്ടുചേരാനോ സന്ധി ചെയ്യാനോ തയ്യാറാകാത്ത പ്രസ്ഥാനമാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് പോലും അവരുമായി കൂട്ടുചേരാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അന്നും ഇന്നും എന്നും ഞങ്ങൾ മതരാഷ്ട്രവാദത്തിനെതിരാണ്. പിന്നീടുണ്ടായ സംഭവം എന്താണ്? കോൺഗ്രസ്സുകാർ കൂട്ടുനിന്ന് ബാബറി മസ്ജിദ് പൊളിച്ചു. അടിസ്ഥാനപരമായി അതെ, തെറ്റാണ്. അതെ. കോൺഗ്രസ്സുകാർ കൂട്ടുനിന്ന് ബാബറി മസ്ജിദ് പൊളിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് അത്ര തോന്നിയാസം വിളിച്ച് പറയരുത്. എന്തുകൊണ്ട് പൊളിച്ചു? എങ്ങനെ പൊളിച്ചു? പറയാം. കോൺഗ്രസ്സുകാർ കൂട്ടുനിന്ന് ബാബറി മസ്ജിദ് പൊളിച്ചത് കൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDF വിട്ടത്. ഒരു ഘട്ടത്തിൽ അവർ UDF വിട്ടു. UDF-നോട് പ്രതിഷേധം ഉണ്ടായി. അതിനുശേഷം എപ്പോഴാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം അതെ 90 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDF വിട്ടിട്ടില്ല. രണ്ട് പോയിന്റ് മനസ്സിലായോ? ഇതാ ഒന്ന് പറഞ്ഞു കോൺഗ്രസിന് ബാബറി മസ്ജിദ് പൊളിച്ചെന്ന് പറയുന്നു. ആരാണ് ഭരിക്കുന്നത്? ഭരിക്കുന്ന ഒരാൾ ആരെങ്കിലും അനുമതി കൊടുത്ത ആരാണ്? നരസിംഹറാവു. നമ്പർ വൺ അത്തരത്തിലുള്ള ബാബറി മസ്ജിദ് പൊളിക്കാൻ ബാബറി മസ്ജിദ് പൊളിക്കാൻ രഥയാത്ര നടത്തിയ അദ്വാനി ആരാ അറസ്റ്റ് ചെയ്ത്? അദ്വാനി അറസ്റ്റ് ചെയ്ത് VP സിംഗിന്റെ നേതൃത്വത്തിൽ നിന്ന് ലല്ലു പ്രസാദ് യാദവ്. ആ ലല്ലു പ്രസാദ് യാദവ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ BJP-ക്കാർ അവിശ്വാസം കൊണ്ടുവന്നു. രാജീവ് ഗാന്ധി ആ അവിശ്വാസ പ്രമേയം വന്നപ്പോൾ BJP-യോടൊപ്പം RSS-നോടൊപ്പം കൂട്ടുനിന്ന് ആ ഗവൺമെന്റിനെ ഇറക്കി. പിന്നീട് ചന്ദ്രശേഖരൻ വന്നത്. അപ്പോൾ പോയിന്റ് അതല്ല. VP സിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് പൊളിക്കാൻ BJP-ക്ക് സൗകര്യം കിട്ടില്ലായിരുന്നു. അതെ, അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? 2002 ബാബറി മസ്ജിദ് 92 ബാബറി മസ്ജിദ് പൊളിക്കുന്നു. ബാബറി മസ്ജിദ് പൊളിക്കുന്ന ഘട്ടത്തിൽ CPM പറഞ്ഞു ഞങ്ങൾ പൂർണ്ണ പിന്തുണ, ബ്ലാങ്ക് ചെക്ക് തരുന്നു, പൊളിക്കാൻ സമ്മതിക്കരുത്. അപ്പോൾ എന്താണ് നരസിംഹറാവു ചെയ്തത്? ഇന്ത്യൻ പട്ടാളത്തെ വിട്ടില്ല, ഇന്ത്യൻ പട്ടാളത്തെ ഉപയോഗിച്ച് തടഞ്ഞില്ല. ഇന്ത്യൻ പട്ടാളം ഉണ്ടെങ്കിൽ ഈ 300 BJP-ക്കാരെ തടയാൻ എന്താ പാട്? അവിടേക്ക് ആൾ പോകുന്ന തടയാൻ എന്താ പാട്? എന്തുകൊണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചു എന്നറിയണമെങ്കിൽ അതിന് കാരണം എന്താണ്? ബാബറി മസ്ജിദ് പൊളിച്ചെടുത്തുണ്ടാക്കിയ ക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം ആരാ ഉദ്ഘാടനം ചെയ്തത്? 1986 രാജീവ് ഗാന്ധിയാണ്. ഫൈസാബാദിൽ ശിലാന്യാസത്തിന് അനുവാദം കൊടുത്തത് രാജീവ് ഗാന്ധിയാണ്. 86 അനുവാദം കൊടുത്ത സ്ഥലത്ത് പള്ളി പൊളിക്കണമെങ്കിൽ 92 പള്ളി പൊളിക്കണമെങ്കിൽ കൂട്ടുനിൽക്കണം. ഇതാണ് ചരിത്രം. ഈ ചരിത്രമുള്ള നിങ്ങൾ കോൺഗ്രസ്, ആ കോൺഗ്രസിൽ നിന്ന് മതന്യൂനപക്ഷങ്ങൾ ഓടി മാറിയപ്പോൾ ആ കൂടെ മാറിയ പലരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ കൊടുത്തു. തെരഞ്ഞെടുപ്പുകളിൽ ബാബറി മസ്ജിദ് പൊളിച്ച ശേഷം ഞങ്ങൾ കോൺഗ്രസിനൊപ്പം ഇല്ല എന്ന് ന്യൂനപക്ഷങ്ങൾ പറഞ്ഞു. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. ശരി ശരി. മതരാഷ്ട്രവാദികളെ കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾ അതിനെ അഡ്രസ് ചെയ്തില്ല. മറ്റൊരു വിഷയത്തിലേക്ക് 92 എന്തുകൊണ്ട് തദ്ദേശത്തിൽ NDA? തീർച്ചയായും തദ്ദേശത്തിൽ NDA അഭിമാന പുരസ്സരം മത്സരിക്കാൻ തയ്യാറാകുന്നത് കഴിഞ്ഞ 2014 മുതൽ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി കൊണ്ടുവന്ന 350-ലധികം വികസന പദ്ധതികളുണ്ട്. ആ പദ്ധതിയിൽ ഈ കേരളത്തിലെ ഏതാണ്ട് 90% ആൾക്കാർ ഗുണഭോക്താക്കളാണ്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ഉണ്ടാകാം. പക്ഷേ സംസ്ഥാന സർക്കാർ നേരിട്ട് ജനങ്ങൾക്ക് കിട്ടുന്ന പല പദ്ധതികളും, അതായത് ഇപ്പം PM ശ്രീ യോജന, അതേപോലെ ഇപ്പം ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന,
ഇങ്ങനെ ചില പദ്ധതികൾ, അതേപോലെ ആയുഷ്മാൻ ഭാരത്, ഇത്തരം ചില പദ്ധതികളെ നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കിയാൽ കേരളത്തിൻ്റെ ഭരണകൂടത്തിന് കോട്ടം തട്ടുമെന്ന് പേടിച്ചുകൊണ്ട് അവർ നടപ്പിലാക്കുന്നില്ല. ആ നടപ്പിലാക്കാത്തത് ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് മറ്റുള്ള സംസ്ഥാനത്തേക്കാൾ എല്ലാ അളവുകളിലും മുന്നിലാണ് പക്ഷേ കേരളം. ഒന്നുമല്ല, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. ആരോഗ്യരംഗം താറുമാറായി കിടക്കുന്നു. കേരളത്തിലെ ആരോഗ്യരംഗം അവസാനം വിദ്യാഭ്യാസം ഓക്കെ കേരളത്തിലെ ആഭ്യന്തര രംഗം ചർച്ച ഓക്കെ, ചെയ്തോ? ജനം ഇതൊന്നും ചർച്ച ചർച്ച ചെയ്യാതെ ആ, വെറുതെ ശ്രീ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ അജിസ് ബെൻ മാത്യു. അല്ല, ഒരു കാര്യം, ശ്രീ അജിസ് ബെൻ മാത്യൂസ്. ഈ കോൺഗ്രസ് UDF പ്രതിനിധിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് മലപ്പുറത്ത് വണ്ടൂർ മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങേർക്ക് എന്തെങ്കിലും ഇതിന് പറയാനുണ്ടോ? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന പോസ്റ്റർ മലപ്പുറത്ത് വണ്ടൂർ വ്യാപകമായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം മുസ്ലിം ലീഗ് അവർ ഘടകകക്ഷി, ആ മുസ്ലിം ലീഗ് പറഞ്ഞ എന്റെ കാര്യത്തെ പ്രിയപ്പെട്ട സംബന്ധിച്ച് സുഹൃത്തേ, ഇതൊക്കെ ആ നിങ്ങളല്ല. പോസ്റ്റർ- അല്ല, അത് നിങ്ങളല്ല. വിഷയമല്ല. അവസാന നിമിഷം പുതിയ വാദം കൊണ്ടുവരരുത്. എന്തൊക്കെയാണ് UDF ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെക്കുന്നത്? ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും അങ്ങനെയൊന്നും ഒരു പോസ്റ്റർ അജിസ് ബെൻ മാത്യൂസ് വല്ല ശാഖയിലും കണ്ടതായിരിക്കും. UDF തദ്ദേശ ഞാൻ സ്വയംഭരണ ആദ്യമേ പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് മുന്നോട്ട് ഞാൻ വെക്കുന്നത്? തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞതാണ്, ഞാൻ അവസാനിപ്പിക്കുമ്പോഴും പറയുന്നത്. കേരളത്തിൽ പിണറായി വിജയന്റെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണ തകർച്ച തന്നെയാണ് ഇപ്രാവശ്യം കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച. അത് തീർച്ചയായും കേരളത്തിൽ UDFന് അധികാരത്തിൽ വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ചാലക ശക്തിയാണ്. സമസ്ത മേഖലകളും തകർന്നിരിക്കുന്നു. അത് ശരി, കൃത്യമായി ശരി. മറുപടി UDFന് ഉണ്ടോ? നിങ്ങൾ എന്ത് മുന്നോട്ട് ജനക്ഷേമം കൊണ്ടുപോകാൻ പറഞ്ഞാലും സാധിക്കുന്നുണ്ടോ? വലിയ ജനവിരുദ്ധത ഉണ്ടെന്നാണ് ഇപ്പോൾ UDF 9.5 കൊല്ലം മുമ്പുണ്ടായ സ്കൂളാണോ ഇന്ന് നാട്ടിലുള്ളത്? 9.5 കൊല്ലം മുമ്പുണ്ടായ സ്കൂളാണോ നമ്മുടെ നാട്ടിലുള്ളത്? 9.5 കൊല്ലം മുമ്പുള്ള ആശുപത്രിയാണോ നാട്ടിലുള്ളത്? കോട്ടയം തുറന്ന് ഇടിച്ചു വീണായിരുന്നു. മലയോരപാത, കോട്ടയം തുറന്ന് തീരദേശ ഇടിച്ചു വീണായിരുന്നു. പാത, അതെ, അതെ. ബിന്ദുവും മലയോരപാത, ഒഴിഞ്ഞ കെട്ടിടോ? മലയോരപാത, മെഡിക്കൽ കോളേജ് തീരദേശപാത, മലയോരപാത, തീരദേശപാത, തുരങ്കപ്പാത, വിഴിഞ്ഞം തുറമുഖം, കേന്ദ്ര പദ്ധതികളാ, കേന്ദ്ര പദ്ധതികളാ. അല്ലല്ല, കേന്ദ്ര വികസന പദ്ധതിയാണോ? ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജല മെട്രോ കേരളത്തിലാണ്. ഇതൊക്കെ ഏത് കേന്ദ്ര പദ്ധതിയാ? ശരി, ഏത് കേന്ദ്ര പദ്ധതിയാണ്? ശരി. അങ്ങനെ LDF അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഏറ്റുമുട്ടുകയാണ്. വഞ്ചി തിരുനക്കര തന്നെയായിരിക്കാം, പക്ഷേ പടക്കളം തിരുനക്കര വിടുകയാണ്, കോട്ടയം വിടുകയാണ് മറ്റൊരിടത്തേക്ക്. നന്ദി.